അപ്പോൾ നമ്മുടെ ഉടായിപ്പ് ബെസ്റ്റ് ആൻഡ് കക്കൂസ്. കപടഭക്തെന്ന് ഞാൻ ഒരിക്കലും വിളിക്കില്ല. കാരണം കപടതയ്ക്ക് പോലും നാണിക്കുന്ന അല്ലെങ്കിൽ കപടത വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റായി പോകും. അതുകൊണ്ട് കപടഭക്തൻ നഹി ഹേ, ബസ് സ്റ്റാൻഡ് ഗക്കൂസ്, അതാണ് അവർക്ക് ഏറ്റവും യോജിച്ച പേരെന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരിയെ കാണാനിട്ട് ഇവിടെ എനിമികൾക്ക് ഇരിക്കപ്പുറതിയില്ല എന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല, ഞങ്ങളെ കുറച്ച് സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, ഞങ്ങളിവിടെ ഹാപ്പിയാണ്. പിന്നെ പ്രോബ്ലം ഉണ്ടാക്കാൻ നടക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ കുരു പൊട്ടിക്കാനായിട്ടാണെങ്കിൽ അമ്പലങ്ങളിൽ പോവുകയോ ഇനി പള്ളികളിൽ പോവുകയോ നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തു വേണമെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ ഇവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ, അതായത് നമ്മുടെ അമ്പലം കമ്മിറ്റിക്കാർ, അവരാണ് അറിയേണ്ടത്. ഇത്തരത്തിൽ മണ്ടന്മാരായിട്ടുള്ള ഊളകളായിട്ടുള്ള ഹിന്ദുക്കൾ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്നൊരു കാര്യം. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളിലേക്ക് എന്തായാലും ഇനി ക്ഷണം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടീസിലൊക്കെ, പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളിലേക്കൊക്കെ ക്ഷണം കിട്ടിയേക്കും, സ്വീകരിച്ചോളൂ, നോ പ്രോബ്ലം. അങ്ങനെയെങ്കിലും ചേച്ചിക്ക് അരി വാങ്ങിച്ച് കഞ്ഞി കുടിച്ച് പോകണ്ടേ, പണയം വെച്ച മാലയൊക്കെ ഇടിപ്പിക്കണ്ടേ? അല്ല, എന്നെ ആവശ്യത്തിനാടോ ഈ മാലയൊക്കെ കൊണ്ടുപോയി പണയം വെച്ചത് ഒന്ന് പറയോ? പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ടല്ല ചാച്ചി ഞങ്ങളന്ന് ചോദിച്ചതിൻ്റെ മറുപടി ഇപ്പം കൊണ്ടുവന്ന് പറയേണ്ടത്. എന്താണെന്നറിയോ, നിൻ്റെ കാറ് ഗുരുവായൂർ സ്റ്റേഷൻ്റെ മുന്നിൽ കിടക്കുന്ന കണ്ടു, അവിടെ കുറച്ച് നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ അന്നേ ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണോ ഇതും പറഞ്ഞുകൊണ്ട് നീ ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടല്ലേ, കുറേ കാര്യം പറഞ്ഞുകൊണ്ട് നീ എനിമികളുടെ പേര് പറഞ്ഞുകൊണ്ട് നീ ഒരു ചിരി അങ്ങ് ചിരിക്കും. അത് ഞാനൊന്ന് ചിരിക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ ആരെയും കളിയാക്കി ചിരിക്കാറില്ല ഇപ്പം, പക്ഷെ എനിക്കിപ്പം ചിരിക്കണമെന്ന് തോന്നുക. ഈ 1 മാസം കഴിഞ്ഞിട്ടല്ല ഓരോന്നിൻ്റെ മറുപടി. ചാച്ചി എനിക്കൊരു മറുപടി തന്നായിരുന്നല്ലോ, അത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഞാൻ ഇടാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും അത് ഇട്ടത്. അതാണ് അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ടല്ല നമ്മൾ ഓരോന്നിൻ്റെയും മറുപടി കൊടുക്കുന്നത്, നമ്മൾ ചൂടാറുന്നതിന് മുമ്പേ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. അപ്പം ഇത് 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് 1 മാസം ആവാറായി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നും പറഞ്ഞിട്ട് എനിമികൾ പറയുന്നു എന്നും പറഞ്ഞ് ഉള്ള സത്യം അങ്ങ് തുറന്നു പറയും. ഇപ്പോഴെങ്കിലും ധൈര്യം കാണിക്കൂ. നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു, അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. കേൾപ്പിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇനി അടുത്ത നാടകം നടത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തെന്നായാലും 1 മാസം കഴിഞ്ഞിട്ടല്ല മറുപടി പറയേണ്ടത്, അപ്പം പറയാൻ ശ്രമിക്കണം ചൂടാറുന്നതിന് മുമ്പേ. പിന്നെ ഇപ്പം വരാത്തത്, സോഷ്യൽ മീഡിയയിൽ വരാത്തത് പേടിയായിട്ടാണ് പോലും. നിനക്ക് പേടിയോ? നീ അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ലല്ലോ. കൊള്ളാം, നിൻ്റെ അഭിനയം കൊള്ളാം. മറുപടി പറയാതിരിക്കുമ്പം അതിനെന്തെങ്കിലും പറയണ്ടേന്ന് വിചാരിച്ചിട്ട് ഓരോ കാരണങ്ങൾ തള്ളിക്കയറ്റി കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു തള്ളുവണ്ടി സോഷ്യൽ മീഡിയയിൽ ഇല്ല. അപ്പം ഇപ്പം ചേച്ചിക്ക് മുൻകൂറായിട്ടൊന്നും പറയാനുള്ള ധൈര്യമില്ല അല്ലേ? കാരണം അതൊക്കെ ആരെങ്കിലും മുടക്കുമോ എന്നുള്ള ഭയം, അന്ധഭയം വരണം. ഇപ്പോൾ വന്നിട്ട് ഞാൻ അവിടെ പോകുന്നു, ഞാൻ ഇവിടെ പോകുന്നു, അതിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ഇപ്പം നിനക്കില്ല. ഭയം, നല്ല ഭയമുണ്ട്. ഇനി അങ്ങോട്ടാരെങ്കിലും വിളിക്കുമോ, അവിടെ ആരെങ്കിലും ചെല്ലുമോ, അതാരെങ്കിലും മുടക്കുമോ, എന്താ ഭയം ഇറുക്കണം ഏത് സമയം. മനസ്സിലായല്ലോ? ആദ്യം എന്തൊക്കെയായിരുന്നു? ഗുരുവായൂർ പോണതിന് 2 ദിവസം മുമ്പേ ഗുരുവായൂർ പോകാനുള്ള ഒരുക്കങ്ങൾ. ഇപ്പം അതില്ല. കോള് ചെയ്യുന്നവരുടെ വോയിസ് റെക്കോർഡുകൾ ഇപ്പം അതില്ല. ആകെ നിശബ്ദയായ മട്ട, ശൂന്യത. പക്ഷെ ആ ഒരു വിടവ് നികത്താൻ വേണ്ടി പറയുന്നത് എനിക്കിഷ്ടം പോലെ വരയ്ക്കാനുണ്ട്, പക്ഷെ കൊറിയർ ചെയ്യുന്നതൊന്നും കാണിക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. സാരില്ല, അങ്ങനെയെങ്കിലും പറഞ്ഞ് നീ സമാധാനിച്ചോ, ഞങ്ങളതങ്ങ് വിശ്വസിച്ചോളാം. നിനക്കിഷ്ടം
ഇഷ്ടം പോലെ ഒരു വർഷത്തേക്കുള്ള ചിത്രം വരയ്ക്കാൻ നിനക്ക് ഓർഡർ കിട്ടിയത് കൊണ്ടാണ് നീ സോഷ്യൽ മീഡിയയിൽ വരാത്തതെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. കേൾക്കുന്നത് നിങ്ങളും വിശ്വസിക്കുക കേട്ടോ. ഞാൻ ഗുരുവായൂർ പോവാം, ഗുരുവായൂരിടാനുള്ള ഡ്രസ്സ് ഏതാ നിങ്ങൾ സെലക്ട് ചെയ്യൂ, ഞാനതിടാം. കൈ കൊത്താനും കാല് കൊത്താനുള്ളവരൊക്കെ വേഗം ഗുരുവായൂർക്ക് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ചച്ചിക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടാൻ ധൈര്യമില്ല. എന്തിന്? പോകുന്ന സ്ഥലം മുൻകൂട്ടി പറയാൻ പോലുള്ള ധൈര്യമില്ല. എന്താ ഭയം ഇറുക്കണം. പിന്നെ ഞാൻ പറയാൻ വന്നതിൻ്റെ കാര്യം പറഞ്ഞു വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നീ പോകുന്നതിന് മുമ്പേ പോണ സ്ഥലം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അമ്പലങ്ങളാണെങ്കിൽ കാര്യങ്ങൾ ഹിന്ദുക്കൾ അന്വേഷിക്കും. അമ്പലങ്ങൾക്കെതിരെയല്ല, നിനക്കെതിരെ. ഹിന്ദു ക്ഷേത്രങ്ങൾ നിന്നെ വലിച്ചു കയറ്റി കളങ്കപ്പെടുത്താനിരിക്കുന്ന ആ മഹാന്മാർ ആരൊക്കെയാണെന്ന്, അതായത് ഈ മണ്ടന്മാരായ അറിവില്ലാത്ത ഹിന്ദുക്കൾ ആരൊക്കെയാണെന്ന് നമുക്കും കൂടി ഒന്ന് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് വിവരമുള്ളവർ നിന്നെ വിളിച്ചു കയറ്റൂല. നിൻ്റെ വീടിനടുത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ഫോട്ടോ സമർപ്പിക്കാനെന്നായിട്ട് നീ ചെന്നിട്ട് ഒരു ആളോട് ചോദിക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആളെന്താ പറഞ്ഞത്? ഞാനല്ല, ഞാൻ മാറി വേറൊരാളാണ് ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആൾ മണ്ടനല്ല, അവർ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മറുപടി പറഞ്ഞത്. എന്നിട്ട് നിനക്ക് ഇന്നേ വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആൾ മണ്ടനല്ല എന്നറിയാം. അപ്പോൾ ഹിന്ദുക്കൾ മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇത്തരത്തിൽ വിളിച്ചു കയറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവർക്കും കൂടി ചിലപ്പോൾ ചില ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ട്രസ്റ്റിന് കീഴിലുള്ളതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണെങ്കിൽ നമ്മൾ പ്രതികരിക്കും. ഇപ്പം യാതൊരുവിധ കണ്ടൻറ്റും ഇല്ലാതിരിക്കുന്ന, വൈറലാവാൻ കഴിയാതെ, അങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ അളമുട്ടി പെട്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡ് കക്കൂസിന് ഇതിൽ കൂടുതൽ വലിയ മറുപടി ഒന്നും തരാൻ എന്നെ കൊണ്ട് ഇപ്പം കഴിയില്ല. അടുത്ത കണ്ടൻ്റായിട്ട് വാ, അപ്പം അടുത്ത മറുപടി തരാം. ഈ ഒരു മറുപടി ബോധിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ കയറി കളിക്കാനുള്ള പദ്ധതി ഇനിയും ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പ്രതികരിക്കും. അതിന് ഒരു ഇതും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിനെതിരെയാണ് നമ്മൾ ഇന്നോളം പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഗുരുവായൂരുള്ള കളി അവസാനിപ്പിച്ചു. അതിന് ഞാനും ഒരു കാരണമായി. ഇന്ന് ഗുരുവായൂർ എന്തൊരു ശാന്താണ്, ഒച്ചയില്ല, ബഹളമില്ല. എത്ര തിരക്ക് വന്നാലും അവിടെ ആകെ ഒരു സൈലൻ്റാണ്. അതാണ്. പക്ഷെ ആ നഷ്ടം ഒരു നഷ്ടം തന്നെയാണ് കേട്ടോടി. എന്നാലും എൻ്റെ ഗുരുവായൂരപ്പ, ഇതെന്തു മായ. ആ നടക്കേന്നൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് നിർത്തിക്കാൻ, നിന്നെ ആ നടക്കേന്നൊന്ന് ഇറക്കാൻ വേണ്ടി എന്നെ പിടിച്ചിട്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെന്ത് മായ, വല്ലാത്ത ജാതി. നമ്മളവിടെ ഓരത്തെങ്ങാൻ പോയി നിന്ന് നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടും കൂടിയില്ല. ഇങ്ങോട്ട് കിട്ടിയല്ലോ, ബോധിച്ചല്ലോ, മതിയായല്ലോ. ഏകദേശം രണ്ടിൻ്റെയും അളമുട്ടി അങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം രണ്ടിനും സമാധാനമായല്ലോ. അന്ന് നടക്കക്കിടന്ന് കളിച്ച കളി, അന്ന് നടക്കക്കിടന്ന് അമ്മായിമ്മ അടക്കം കളിച്ച കളി ഗുരുവായൂരപ്പൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അതിനു മുമ്പും പുള്ളിക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നു. അന്നാണല്ലോ കൂളമരത്തിൻ്റെ കമ്പൊടിഞ്ഞ് വീണത് നീ ചെന്ന അന്ന്. അതൊക്കെ ഓരോ സിഗ്നലാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പം അവിടെ നിന്ന് ഇറക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ദേവസ്വംകാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. ഗുരുവായൂർ നീ വരും, അതെനിക്കറിയാം. ഗുരുവായൂർ നീ വന്നാലും എവിടം വരെ വരും എന്നറിയാം. അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല, ആ ഒരു വിഷയത്തിലൊന്നും പറയാനില്ല. നീ റോട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടന്നു ആടിയും പാടിയിട്ട് നീ പൊക്കോടി, അതൊന്നും ഒരു കുഴപ്പമില്ല. മഞ്ജുളാലിൻ്റെ അടുത്ത് നീ വരും. ആ ഒരു എൻട്രൻസ്, കിഴക്കേനട എൻട്രൻസ് വരെ നിൻ്റെ ക്യാമറ ഓണാവും. അത് കഴിയുമ്പോൾ നിൻ്റെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓഫ്. അതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത്. എന്തല്ലേ സർവം മായ.